പണിക്കാർ ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഇറങ്ങാൻ ഒരു 5-6 പണിക്കാരാണ് കംപ്ലീറ്റ് സാധനങ്ങൾ അടിയിൽ കുറേ കൂടി പുതിയ ബിൽഡിംഗ് പുറത്തുണ്ടല്ലോ സ്കൂളിൽ കംപ്ലീറ്റ് ഇതൊന്നിലൊക്കെ കംപ്ലീറ്റ് വെള്ളം കയറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം കൂടുതലേക്ക് അതാണ് പ്രശ്നം. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ജനാലിൻ്റെ ഉയർത്തി വെള്ളമാണ്. നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും. കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. കടലുണ്ടിപ്പുഴ നിറഞ്ഞൊഴുകി. മമ്പുറം മഖാമും പരിസരവും വെള്ളത്തിൽ. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന പോസ്റ്റാണിത്. അതിനോടൊപ്പം തന്നെ മമ്പുറം മഖാമിലും പരിസരങ്ങളിലും വെള്ളം കയറിയതിൻ്റെയും കടലുണ്ടിപ്പുഴ കരകവിഞ്ഞൊഴുകുന്നതിൻ്റെയും ദൃശ്യങ്ങളുമുണ്ട്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? മമ്പുറം മഖാമിലും പരിസരങ്ങളിലും വെള്ളം കയറി കടലുണ്ടിപ്പുഴ കരകവിഞ്ഞൊഴുകി എന്നതിൽ എന്താണ് യാഥാർത്ഥ്യം? സത്യത്തിൽ നിലവിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന വീഡിയോ തെറ്റാണ്. 2019 പ്രളയത്തിൽ ഉണ്ടായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത്. മമ്പുറം മഖാം പരിസരത്തുള്ള കടലുണ്ടിപ്പുഴ കരകവിഞ്ഞൊഴുകുകയോ മമ്പുറം മഖാമിലോ പരിസരങ്ങളിലോ വെള്ളം ഒഴുകിയെത്തുകയോ ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നിരിക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി വ്യാജപ്രചരണം ഒഴുകി നടക്കുന്നത്. നിലവിൽ മമ്പുറം മഖാമിലും പരിസരങ്ങളിലും സ്ഥിതി ശാന്തമാണ്. വെള്ളം കയറുകയോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഉണ്ടായിട്ടില്ല. തീർത്തും വ്യാജ പ്രചരണമാണ് സമൂഹ മാധ്യമങ്ങൾ വഴി ഈ വിഷയത്തിൽ നടക്കുന്നത്. അതിനാൽ തന്നെ ഇത്തരം പോസ്റ്റുകൾ ആരും പങ്കുവയ്ക്കരുത്. തീർത്തും തെറ്റായ പ്രചരണം മാത്രമാണിത്. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ.